ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ ചരിത്രം കുറിച്ച ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരണം നൽകി. ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ ചരിത്രം കുറിച്ച സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരണം നൽകി. ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ഖേലോ ഇന്ത്യ 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 65 കിലോ പുരുഷ വിഭാഗത്തിൽ 148 കിലോഗ്രാം ഉയർത്തിയാണ് റെക്കോർഡോടെ ജോബി മാത്യു കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത്. മെഡൽ നേടിയതിൽ സന്തോഷമുണ്ടെന്നും ചെറുപ്പക്കാർ കായിക രംഗത്തേക്ക് കൂടുതൽ വരണമെന്നും ജോബി പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുഹൃത്തുക്കളും ആലുവ ഫിറ്റ്വെൽ ജിംനേഷ്യവും സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷനും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതൃത്വവും ഒരുമിച്ച് പൗരസ്വീകരണം നൽകി. പഞ്ചഗുസ്തി അന്താരാഷ്ട്ര റഫറി MD റാഫേൽ, ജോസ് മാവേലി, യോഗാസന കേരള സംസ്ഥാന പ്രസിഡന്റ് കൈതപ്രം വസുദേവൻ നമ്പൂതിരി, യോഗാസന ഭരത് ഫിറ്റ് ഇന്ത്യ പ്രതിനിധി ഷാമിൽ മോൻ കളങ്ങാട്ട്, ഡിഫറൻലി ഏബിൾഡ് സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഫാദർ മാത്യു കിരിയാന്തൻ, കൂടാതെ സൗഹൃദ വലയത്തിലുള്ള വ്യത്യസ്ത യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വളരെ നല്ലൊരു മത്സരമായിരുന്നു. ഖേലോ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡ് മെഡലാണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഞാനും അബ്ദുൾ സലാമുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് പാരാ പവർ ലിഫ്റ്റിങ്ങിൽ മത്സരിച്ചത്. അബ്ദുൾ സലാം വളരെ നല്ലൊരു പ്രകടനമാണ് നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഖേലോ ഇന്ത്യയിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ എനിക്ക് സിൽവർ മെഡലായിരുന്നു. അതേപോലെ തന്നെ അബ്ദുൾ സലാമിനും സിൽവർ മെഡലായിരുന്നു കേരളത്തിന് വേണ്ടി നേടാൻ സാധിച്ചത്. ഈ പ്രാവശ്യം കുറേയധികം നല്ല മത്സരങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. എങ്കിലും കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ചരിത്ര മെഡല്, കേരളത്തിൻ്റെ ആദ്യത്തെ പാരാ പവർ ലിഫ്റ്റിംഗ് മെഡല്, അത് 148 കിലോഗ്രാം ഉയർത്തിയാണ് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 48 വയസ്സ് കഴിഞ്ഞു എനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ കായിക മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിനവും നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് പോരാ. കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട യുവജനങ്ങൾ ഇപ്പോൾ വളരെ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട അത്യാവശ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.